ഇത് ഉള്ളത് കൊണ്ട് ചിലപ്പോ ചെറിയൊരു പതർച്ചയുണ്ട്. ശബ്ദം ക്ലിയർ വരുന്നില്ലെന്ന് തോന്നുന്നു. എങ്കിലും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കും ദൈവം സംസാരിക്കും. दिनों में आवाज मुश्किल है तो शायद आवाज ठीक से आएगा नहीं, लेकिन आप लोग प्रार्थना में रहिएगा. അവൻ പ്രൈസലോട് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ അബിബലിയിലെ ഉപവാസ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവം സഹായിച്ചു. पिछले दिनों में इससे आपने प्रार्थना किया था, अबीबली का जो प्रार्थना था वो बहुत अच्छी से हुआ. ആമേൻ. 3 ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുവാനുണ്ടായിരുന്നു. 3 प्रभु के दास सेवकाई के लिए थे. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ദൂതുകൾ ദൈവദാസന്മാരിൽ കൂടെ ദൈവം പകർന്നു തരുവാനിടയായി. हमें जो आवश्यक था वो जो है संदेश उनके द्वारा परमेश्वर ने दिया. വെള്ളിയാഴ്ച രാത്രിയും വെള്ളിയാഴ്ച പെട്ടെന്ന് വിളിച്ച് കടന്നു വന്ന ഒരു ദൈവദാസനായിരുന്നു. शुक्रवार रात में भी जो है अचानक बुलाए प्रभु का दास थे. പ്രീശലോട് കർത്താവിന്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കാനിടയായി. आज परमेश्वर का राज्य आएगी तो हम क्या, अगर राज्य के हो गया तो हमें अगर छोड़ दिया गया तो क्या होगा, इसमें बताएंगे. പ്രീശലോട് മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാനിടയായി. मीटिंग बहुत अनुग्रह भरा हुआ था. പ്രീശലോട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായി. उसके हिसाब से जो मुश्किल मुझे भी हुआ. പ്രീശലോട് മാത്രമല്ല തൊണ്ടയുടെ ചില ശബ്ദത്തിന് ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു. आवाज का भी मुश्किल हुआ था. തുടർന്ന് ഞായറാഴ്ചയുള്ള ആരാധന ഇന്നലെ രാത്രിയും ഒരു ഹൗസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. और फिर जो है रविवार की आराधना और फिर कल शाम को एक मीटिंग था. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇച്ചിരി ഒച്ചയടപ്പുണ്ടായി. थोड़ा आवाज का प्रश्न. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. प्रभु के अनुग्रह से और कोई प्रश्न हुआ. നിങ്ങൾ പ്രാർത്ഥിച്ചതിന് എല്ലാവരോടും ദൈവ സ്നേഹത്തിലുള്ള നന്ദി അറിയിക്കുന്നു. आपने प्रार्थना की तो उनसे प्रेम का प्रेम से निवास തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. आगे भी हमें याद रखे प्रार्थना करें. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവൻ ചില പ്രതികൂലങ്ങളും ചില പ്രശ്നങ്ങളും എന്ന് പറഞ്ഞാൽ ചില വില കൊടുക്കേണ്ടി വന്നു. तो वो उपवास प्रार्थना होने के बाद भी जो है कई सारे जो मुश्किल सब हुआ था. എന്ന് പറഞ്ഞാൽ ദൈവവചനം പറയുന്നു നമ്മൾ ആമേൻ ദൈവത്തെ ആരാധിക്കുന്നത് മാത്രമല്ല സാത്താനോട് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. वचन कहता है हम सिर्फ परमेश्वर से आराधना नहीं कर रहे, हम शैतान से लड़ भी रहे हैं. അവനോട് യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ ചിലതെല്ലാം ആമേൻ ചില വില കൊടുത്ത് ചിലത് നേടേണ്ടി വരും. उससे लड़ने के समय हमें कई बार जो है खोना ही पड़ेगा. എന്നാൽ ആമേൻ ദൈവം അതിനപ്പുറമായി നമ്മെ അനുഗ്രഹിപ്പാൻ ശക്തനാണ്. परंतु परमेश्वर उससे भी अपार से होकर हमें सहायता करने के लिए परमेश्वर सर्वशक्तिमान है. ആ ഉപവാസ പ്രാർത്ഥന മൂലം ആമേൻ ചിലരെ ആമേൻ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. और फिर उस उपवास प्रार्थना में जो है कई सारे लोगों को जो है आने मिला है. തുടർന്നും അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ ദൈവസഭയോട് ചേർന്ന് നിൽക്കുവാൻ ദൈവമക്കളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. आगे भी उनके दृढ़ता के लिए और आगे भी परमेश्वर के चरण में रहने के लिए हम प्रार्थना करिएगा. പ്രൈസ് ദി ലോർഡ്. ജോർജ് ചായനും കുടുംബം മിനിസ്റ്റർ ജ്യോതി സിസ്റ്റർ എല്ലാവരും ഞങ്ങളോടൊപ്പം സഹകരിപ്പാനിടയായി. जॉर्ज अंकल परिवार मिनी सिस्टर और ज्योति सिस्टर इन लोग सब आए थे. അവരെല്ലാം ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിപ്പാനിടയായി. हमारे साथ होकर प्रार्थना करके हमें सहायता किया. അവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. उनको भी परमेश्वर आशीष दे. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത് परमेश्वर का वचन कहता है നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. हमारी प्रार्थनाओं का उत्तर मिलेगा. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി നൽകാൻ ദൈവം ശക്തനാണ്. हम प्रार्थना करने वाले हर एक विषय के लिए उत्तर देने के परमेश्वर कर सकते हैं. അതുകൊണ്ട് ദാവീദ് പറയുന്നത് പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിങ്കലേക്ക് വരും. दावीद कहता है कि प्रार्थना को सुनने वाले सब जीवित प्राण तेरे पास आते हैं. ഇന്നും ജനം യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാനുള്ള കാരണം യേശു പ്രാർത്ഥന കേട്ട് മറുപടി നൽകുന്നു എന്നുള്ളതാണ്. आज भी लोग परमेश्वर के पास आने का कारण ये है कि परमेश्वर प्रार्थना को सुनते हैं. നമ്മളും ദൈവസന്നിധിയിൽ വിഷയങ്ങളുമായി കടന്നു വരുന്നത് ദൈവം നമുക്ക് മറുപടി നൽകുന്നതുകൊണ്ട്. हम भी परमेश्वर के चरण में प्रार्थना आते हैं कि परमेश्वर हमारे प्रार्थना को उत्तर देते हैं. ഇന്നും നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം കഴിഞ്ഞ ദിവസം ആ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിച്ചതുകൊണ്ട്. आज भी हम प्रार्थना विषयों के लिए जो लेकर आते हैं क्योंकि पिछले दिनों का प्रार्थना विषय को उत्तर मिला इसलिए. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി ലഭിച്ചില്ല എങ്കിൽ നമ്മൾ പിന്നെ പ്രാർത്ഥിക്കും. पिछले दिनों में जो प्रार्थना किया उसके हमें जवाब नहीं मिली तो फिर क्या हम प्रार्थना करेंगे. നമുക്ക് അതിന് മറുപടി ദൈവം നൽകിയത് കൊണ്ടാണ് ആ വിശ്വാസത്തിൽ നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുന്നത്. परमेश्वर ने जो उत्तर दिया है इसलिए वो विश्वास से हम प्रार्थना करते हैं. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നിന്റെ അപേക്ഷ ദൈവം കേട്ടു നിനക്ക് മറുപടി നൽകുമാറാകട്ടെ. इसी वचन में कहता है कि परमेश्वर ने तुम्हारी प्रार्थना को सुना और उसके अनुसार तुम्हें वो आशीष दे. നമ്മുടെ ചിന്താ വിഷയം അതാണ്.
हमारा जो आज सोचने का विचार करने का वचन वही है। 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. पहला शमूएल उसका पहला अध्याय उसका 7वां आयत. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. हम विचार करने वाले वचन है पहला शमूएल 1:7. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ അത് വായിക്കാം. हम वचन को पढ़ेंगे. 1 ശമൂവേൽ 1:7. पहला शमूएल 1:7. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവളെ മുഷിപ്പിച്ചതുകൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു. और वह तो प्रति वर्ष ऐसा ही करता था, और जब हन्ना यहोवा के भवन को जाती थी तब पनिका उसको चढ़ाती थी, इसलिए वह रोती और खाना न खाती. ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്നത് ആമേൻ ഹന്നയുടെ ജീവിതത്തിൽ ഹന്ന നേരിട്ട ചില പ്രതിസന്ധി. हम आज देखने वाले कि हन्ना की जिंदगी में हन्ना को जो हुआ परेशानियां हैं. ആമേൻ. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഏലി പറഞ്ഞതായ ഒരു വിഷയമുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും. जब हन्ना ने प्रार्थना किया था तो जब एली जो है उन्होंने एक बात जो कहा था कि इसको प्रार्थना का उत्तर ആ मिलेगा. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാനുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. कि प्रार्थना को उत्तर मिलने के कुछ कारण थे. നമ്മൾ കഴിഞ്ഞ ദിവസവും ചിന്തിക്കാനിടയായി പ്രാർത്ഥിച്ച് ഏതെല്ലാം വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലാണ് മറുപടി ലഭിക്കുന്നത്. हम पिछले दिन भी देखा था कौन से विषय पे प्रार्थना करने से परमेश्वर उत्तर ഈ देता है. എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് മറുപടി ലഭിക്കേണ്ടത്. कैसे प्रार्थना करेगा तो उत्तर मिलता है. ആമേൻ. അതോടൊപ്പം ഇന്ന് പകൽക്കാലം നമുക്ക് ഹന്നയുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിക്കാം. ऐसे आज हम हन्ना की जिंदगी में क्या देखते हैं. ആമേൻ. പ്രൈസ് നമുക്കറിയാം ഹന്നയെ കുറിച്ചും അവളുടെ ജീവചരിത്രവും അവളെ കുറിച്ച് നമ്മൾ ഒത്തിരി കേൾക്കാറുണ്ട്. हम हन्ना के बारे में पता है, उसका जीवन चरित्र के बारे में हमें पता है. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് ആമേൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുവാണ്. लेकिन आज सुबह से परमेश्वर को तुमसे कुछ बातें कहना है. ഹന്നയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ हन्ना के बारे में बात करने के ദൈവവചനം പറയുന്നു അവൾ എപ്പോഴും ദൈവസന്നിധിയിൽ വരാറുണ്ട്. परमेश्वर वचन कहता है कि वो हमेशा परमेश्वर के चरणों में आते हैं. അവൾ ശിലോഹിൽ എപ്പോഴും തന്റെ ഭർത്താവായ എൽക്കാനയോടും അവന്റെ ഭാര്യയും മക്കളുമായിട്ട് അവിടെ വരാറുണ്ട്. वो जो है एल्काना में जो आती थी और वो अपने जो है उसका जो पत्नी और लोग के साथ वो आते थे. ആമേൻ. ഹന്ന കുടുംബമായി എപ്പോഴും ഈ ദൈവാലയത്തിലേക്ക് കടന്നു വരാറുണ്ട്. हन्ना हमेशा अपने परिवार के साथ परमेश्वर के मंदिर में आती थी. പക്ഷെ അവിടെ വന്നിട്ട് അവൾ ഒരു പ്രാവശ്യം പോലും പ്രാർത്ഥിച്ചില്ല. और वो जब भी आती लेकिन एक बार भी उसने प्रार्थना नहीं किया था. ആമേൻ. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലായി. ये बात पढ़ने से मुझे ऐसे समझा है. അവൾ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്. वो प्रार्थना के लिए आती है, അവൻ തന്റെ ഭർത്താവിനോട് ഒരുമിച്ചാ വരുന്നത്. अपने पति के साथ आती है. പക്ഷെ അവൾ ചെയ്യുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ लेकिन वो परंतु करती काम क्या है सोचिए. അവൾ എപ്പോഴും കരയുകയും ഉപവസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. हमेशा रोती है और उपवास रखती है. എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുക. मतलब क्या है, भूखा रहना. അവൾ പട്ടിണി കിടക്കുകയും കരയുകയും ചെയ്യുമായിരുന്നു. भूखा रहती और रोती थी. എന്തിനാ പട്ടിണി കിടക്കുകയും കരയുകയും ചെയ്യുന്നത്? भूखा रहती और रोती थी അവൾക്ക് ലഭിക്കുവാനുള്ള നന്മ അവൾക്ക് ലഭിക്കാത്തത്. क्योंकि उनको मिलने का जो भलाई वो नहीं मिला बोलते. മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തില് ആമേൻ ലഭിച്ചത് അല്ലെങ്കിൽ തന്റെ ഭർത്താവിന് ലഭിച്ച നന്മ തന്റെ ജീവിതത്തിൽ ലഭിച്ചില്ല എന്നുള്ള സങ്കടം. दूसरे जन के जिंदगी में या उनके जो पति की जिंदगी में मिला हुआ है उनके इसमें नहीं मिला था. അത് മാത്രമല്ല कहीं नहीं. വചനം പറയുന്നു അവളുടെ പ്രതിയോഗി അവളെ എപ്പോഴും ശല്യം ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. और वचन कहता है कि उनको जो विरोधी को हमेशा उसकी जो है विरोध करती थी. ആമേൻ. ഈ പ്രതിയോഗി എപ്പോഴൊക്കെയാണ് ശല്യം ചെയ്യുന്നത്? ये कभी उसको सिखाती थी. ആമേൻ. ദൈവവചനം വായിച്ചപ്പോൾ ഒരു കാര്യം അവിടെ व्यക്തമായി എഴുതിയിരിക്കുന്നു. परमेश्वर वचन पढ़ने से वहाँ पे एक बार एकदम व्यक्ति से कहा गया है. അതിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് उसको 7वां वचन पढ़ सकते हैं. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും. वहाँ पे ऐसा लिखा है कि वो परमेश्वर के जो मंदिर में जाने के समय में सब. ആമേൻ. ഈ ദൈവാലയത്തിലേക്ക് പോകാതിരിക്കുമ്പോൾ അവർക്ക് പ്രശ്നം. यहोवा के भवन में जाने तक उसको जो समस्या नहीं होता है. ദൈവാലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും അവളെ ആമേൻ മുഷിപ്പിച്ചുകൊണ്ടിരുന്നു. परंतु यहोवा के है यहोवा के भवन में जाती थी. ആമേൻ. ആ സമയത്തൊക്കെയാണ് പ്രതിയോഗി അവളെ ഉപദ്രവിക്കുന്നത്. तब सब जो है उसके जो विरोधी है उसको सताते थे, അവളെ ബുദ്ധിമുട്ടിക്കുക. मुश्किल कर देते थे. അപ്പോ ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകുന്നതാണ് ഇപ്പൊ തടസ്സമായിരിക്കുന്നത്.
तो परमेश्वर के जो है भवन में जाना उनके लिए जो है रोक हो गया। പ്രിയ ദൈവ പൈതലെ, ഞാനും നിങ്ങളും ദൈവസ്ഥാനത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് പ്രതികൂലങ്ങൾ കൂടി വരുന്നത്. ये भाई बहनों, जब हम परमेश्वर के जो है करीब जाने के समय प्रतिकूल ज्यादा होता है। ആമേൻ. ഒരു സമയത്ത് ഇങ്ങനെയായിരുന്നു ശുശ്രൂഷകളെല്ലാം. एक समय में ऐसा था सेवकाई सब। ആമേൻ. നിങ്ങൾ ദൈവസ്ഥാനത്തിലേക്ക് കടന്നു വരിക, രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, അഭിഷേകം പ്രാപിച്ച് കർത്താവിന് വേണ്ടി നിലകൊള്ളുക. परमेश्वर के चरणों में आते हैं, तुम्हें उद्धार पाना, बपतिस्मा लेना है और फिर जो है उनके भवन से एक होना है। ആമേൻ. നിങ്ങൾ ദൈവവചനപ്രകാരം ജീവിക്കണം, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയോടുകൂടെയാണ് ആദ്യകാലങ്ങളിൽ വിശ്വാസം വന്നത്. वचन के अनुसार जीना है और पहले शुरुआत के समय से लोग ऐसे एक साथ परमेश्वर भवन में आते थे। ആ സമയത്ത് കഷ്ടതയും പട്ടിണിയും ദാരിദ്ര്യമെല്ലാം അവരോട് കൂടെയുണ്ടെന്ന് പഠിപ്പിക്കുമായിരുന്നു. समय में सिखाते कि जो है कष्ट, नष्ट और जो है गरीब उनके साथ रहेगा गरीब। ആമേൻ. നിങ്ങൾ അങ്ങനെയാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതെന്നും കൂടെ പഠിപ്പിക്കുമായിരുന്നു. प्रवेश करते करके बताया गया था। എന്നാൽ ഇന്ന് ജനത്തെ പഠിപ്പിക്കുന്നത്, लेकिन आज जो लोग सिखाते हैं, നിങ്ങൾ പെന്തക്കോസിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നവും മാറി. अगर पेंटिकोस्ट में आते तुम्हारा सारा प्रश्न दूर हो जाएगा, നിങ്ങൾക്ക് രോഗം വരത്തില്ല. तुम्हें जो रोग नहीं रहेगा, നിങ്ങൾക്ക് കിട്ടേണ്ട ഈ ലോകത്തിലെ എല്ലാ നന്മയും കിട്ടും. तुम्हें इस दुनिया में मिलने का सारा भलाई मिलेगा। ആ പ്രൈസിനോട് നിങ്ങളുടെ ഇപ്പോഴുള്ള എല്ലാ പ്രശ്നവും മാറി കിട്ടും. अभी जो भी समस्या है वो सब बदल जाएगा। നിങ്ങൾക്ക് കാർ കിട്ടും, വീട് കിട്ടും, എല്ലാം കിട്ടുമെന്നുള്ള പഠിപ്പിലാണ്. तो जो है गाड़ी मिलेगा, बंगला मिलेगा, ये सब जो मिलेगा करके वो बातें सिखाते हैं। ഞാൻ പറയുന്നത് നിങ്ങൾക്കൊന്നും കിട്ടത്തില്ലെന്നല്ല. मैं तो बोलता हूँ कि तुमको कुछ नहीं मिलेगा करके नहीं है। നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നൽകി തരുവാൻ ദൈവശക്തൻ. तुम्हें सब जो कुछ भी जरूरी है वो देने के परमेश्वर शक्तिमान है। കാരണം വചനം പറയുന്നത് നിങ്ങൾക്ക് ഇന്നത് ആവശ്യമെന്ന് ദൈവം മുൻകൂട്ടി അറിയുന്നു. क्योंकि वचन कहता है कि तुम्हें ये सब बातें की जरूरत है करके परमेश्वर पहले से ही जानते हैं। ആണ് ഈ ലോകത്തിലെ നന്മയൊന്നും ലഭിക്കത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ये दुनिया का जो है कुछ भलाई नहीं मिलेगा करके नहीं बोल रहा। പക്ഷെ ഇന്ന് ആ ജനത്തെ അങ്ങനെ ഒരു പ്രൈസലോട് എന്താ ഒരു അത്യാഗ്രഹത്തിലേക്ക് നയിക്കുക. आज जो है लोगों को उस जो है लालच की ओर लेके जा रहा है। അവരെ അത്യാഗ്രഹത്തിലേക്ക് കൊണ്ടുപോകും. लालच की ओर लेके जा रहा है। അവർ വിചാരിക്കുന്നു ഞാൻ പെന്തക്കോസിൽ വന്നാൽ എനിക്ക് രോഗം വരത്തില്ല, सोचते हैं कि पेंटिकोस्ट में आएगा तो जो है रोग नहीं होगा, എനിക്ക് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല, ऐसे कुछ नहीं होगा। എനിക്ക് വിരോധമായി കടന്നു വരുന്നവരെ എല്ലാം ദൈവം കൊന്നു മുടിക്കും, जो मेरे फिर आने वाले सभी को परमेश्वर देख लेंगे പിന്നെ എപ്പോഴും സുഖവും സന്തോഷവും മാത്രമേ ലഭിക്കത്തുള്ളൂ. और हमेशा जो सुख और शांति जो मिलने होगा। ഇതും പ്രതീക്ഷിച്ചാണ് ചിലർ ഇങ്ങോട്ട് കടന്നു വരുന്നത്. ये सब मन में सोच कर कुछ लोग आते हैं। ഇവിടെ വരുമ്പോ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നമാണ്. यहाँ पे आने समय जो है प्रश्न के ऊपर प्रश्न है। ഇവിടെ വരുമ്പോ രോഗവും ദുഃഖവും പ്രശ്നങ്ങളും കൂടിക്കൊണ്ടുവരും. यहाँ पे आने समय रोग और दुख सब बढ़ते आता है। ആ സമയത്താണ് പലരും ഇട്ടിട്ട് പോകുന്നത്. समय सभी लोग जो है छोड़ के जाते ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, हैं। यहाँ पे लेके फायदा नहीं, ഇതിനേക്കാളും നല്ലത് നേരത്തെ നിന്നിടണം. इससे भी अच्छा पहले जाते वहां पे था। അതുകൊണ്ട് ആമേൻ ദൈവസന്നിധിയിലേക്ക് വരുന്നതിന്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കണം. इसलिए परमेश्वर के चरणों में आने का उद्देश्य हमें समझना है। അനേകർ ചിലതെല്ലാം പ്രാപിച്ചെടുക്കാൻ വേണ്ടിയാ വരുന്നത്. और जन जो है कुछ प्राप्त करने की इच्छा से आते हैं। എന്ത് പ്രാപിക്കാനാ? क्या प्राप्त करने? ഈ ലോകപരമായത് മാത്രം പ്രാപിച്ചിട്ട് ഒരു കാര്യമില്ല. ये दुनिया की बातें सिर्फ प्राप्त कर तो काफी नहीं है। കാരണം ഇവിടെ പ്രാപിക്കുന്നതെല്ലാം ഇവിടെ നമ്മൾ ഇട്ടേച്ചു പോകുന്നു. यहाँ पे जो आप प्राप्त करें वह यहीं पे छोड़ना है। ഇവിടെ ലഭിക്കുന്ന ഒരു സാധനവും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. यहाँ पे मिलने वाला कोई बात हम आगे नहीं लेके जाएंगे। പിന്നെ ഇവിടെ ഇതെല്ലാം കൂടെ വാരി കൂട്ടിയിട്ട് എന്താ പ്രയോജനം? फिर ये सब संभाल के क्या फायदा? നമുക്ക് ആവശ്യം എന്തെന്നുള്ളത് ദൈവം അറിയും. हमें क्या आवश्यक है वो परमेश्वर जानते हैं। ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, हम ऐसा बोलते हैं। ആമേൻ. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വരുമ്പോൾ अब खुदा ताला की बपतिस्मा लेके आने के നിങ്ങൾക്ക് समय പ്രശ്നം ഉണ്ടാകും, आपको समस्या होगा, നിങ്ങൾക്ക് രോഗം വരും, आपको दुख होगा, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും പ്രതികൂലം കൂടും. बीमारी होगा और पहले जैसा था उससे भी ज्यादा प्रतिकूल होगा। ദൈവം വിടുവിക്കാൻ കഴിവുണ്ട്. परमेश्वर जो है वो उसे छुटकारा दे सकते हैं। ആ വിശ്വാസത്തിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ വന്നാൽ विश्वास से तुम्हारे परमेश्वर में आते हैं, ദൈവം നിങ്ങൾക്ക് വിടുതൽ നൽകും. जो उद्धार देंगे। ഒരു കാര്യത്തിൽ വിടുതൽ ലഭിച്ചാൽ एक बात में उद्धार मिलता है, അതോടെ എല്ലാം ലഭിച്ചു എന്ന് വിചാരിക്കരുത്. बिल्कुल लेके नहीं, വീണ്ടും പ്രശ്നങ്ങൾ വരും. आपसे प्रश्न हो सकता കാരണം है। ദൈവവചനം പറയുന്നത് वचन कहता है നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകും. जो है धर्मी के ऊपर जो आने वाले जो बातें हैं वो बहुत सारे हैं। അങ്ങനെ ഇന്ന് ഒന്ന് വന്ന് മാറിയതുകൊണ്ട് എല്ലാം തീരുമെന്ന് വിചാരിക്കരുത്. आज एक दिन आया और फिर इसका नहीं आया करके नहीं सोचना है। അടുത്ത ദിവസം വരുന്നത് ഇതിലും വലുതായിരിക്കും. अगला दिन जो आएगा उससे बड़ा होगा। എന്നാൽ വിടുവിക്കാൻ കഴിവുള്ള ദൈവം കൂടെയുണ്ട്. परंतु छुटकारा देने वाला परमेश्वर हमारे साथ അത് നമ്മൾ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ വരിക. है। समझकर हम परमेश्वर में रहना है। എന്റെ ജീവിതത്തിൽ പ്രശ്നം ഒന്നും വരാതിരിക്കണമെങ്കിൽ हमारे जीवन में जो कुछ समस्या नहीं आना है। ഇന്നലെയുള്ള ഹൗസ് പീരീഡ് ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറയാനിടയെ. कल का जो हाउस में हुआ तो आपने ऐसे बात कहा। ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് രോഗവും പ്രശ്നവും ഒന്നും വരാതിരിക്കണമെങ്കിൽ
पास अगर दुख पे कुछ नहीं आना है तो നിങ്ങൾ ഈ ശരീരത്തിൽ നിന്ന് രൂപാന്തരം പ്രാപിക്കണം. तुम्हें इस शरीर से रूपांतर होना होगा, നിങ്ങൾ ഈ ശരീരം വിട്ടു പോകണം. शरीर छोड़ के जाना होगा. ഈ ശരീരത്തിൽ നിന്ന് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ, इस शरीर से अगर तुम बदल जाते हो, രൂപാന്തരം പ്രാപിച്ച ശരീരം ലഭിച്ചു കഴിഞ്ഞാൽ रूपांतर होके जो है शरीर को प्राप्त करते ആ हैं, ശരീരത്തിൽ ഒരു രോഗവും വരത്തില്ല, शरीर में कुछ समस्या नहीं होगी, അതിന് ഒരു പ്രശ്നവും വരത്തില്ല. उसमें कोई जो तकलीफ नहीं होगी. ഈ ശരീരത്തിൽ നിങ്ങൾ വസിക്കുന്നിടത്തോളം കാലം इस शरीर में तुम वास करने समय तक ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, जीवन मुश्किल होता रहेगा, രോഗവും ദുഃഖവും വന്നുകൊണ്ടേയിരിക്കും. रोग और दुख भी होता रहेगा. എന്നാൽ ദൈവവചനം പറയുന്നു, परमेश्वर वचन कहता है അതെല്ലാം നമ്മൾ ദൈവസന്നിധിയിൽ കൊണ്ട് ചെല്ലുമ്പോൾ सब जब परमेश्वर के चरणों में लेके जाएंगे समय, ദൈവസന്നിധിയിൽ നമുക്ക് മറുപടി ലഭിക്കും. परमेश्वर के चरणों में हमें जो उसका उत्तर मिलेगा. ഹന്ന എപ്പോഴും ദൈവസന്നിധിയിലേക്ക് വരാറുണ്ട്. जब हन्ना हमेशा परमेश्वर के चरणों में आती थी, പക്ഷെ അവൾ അതുവരെയും അവളുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞില്ല. कभी तक उसने अपना हृदय की बातें परमेश्वर से नहीं कहा. പിന്നെ ആരോടാ പറഞ്ഞ്? फिर किसको कहा? അവളെല്ലാം തന്റെ ഭർത്താവിനോടാ പറയുന്നത്. सब कुछ अपने पति को कहती थी. ഭർത്താവിന്റെ മുമ്പ് പട്ടിണി കിടക്കും, पति के सामने जब रहती है, ഭർത്താവിന്റെ മുമ്പ് കരഞ്ഞുകൊണ്ടിരിക്കും. पति के सामने जब भूखा रहती है और पति के सामने रोते रहती है, അതിന്റെ ഭർത്താവിന് ഇഷ്ടമാണ്. फिर पति को नहीं पसंद. അതുകൊണ്ട് അവളുടെ ഭർത്താവ് പറയുന്നതെന്ന് അറിയാമോ? जैसे पति पता है क्या कहता है, അല്ലയോ ഹന്നെ, നീ എന്തിനാ കരയുന്നത്? "हन्ना, तुम क्यों रो रही हो? അവൻ നീ ഇങ്ങനെ എന്തിനാ പട്ടിണി तुम കിടക്കുന്നത്? क्यों ऐसा जो है भूखा रह रही हो? ആ നീ പട്ടിണി കിടന്നിട്ട് ഒരു കാര്യവുമില്ല, पर कुछ फायदा नहीं है, അവൻ നീ കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. रोग में कुछ फायदा नहीं है. നിനക്ക് അവൻ പുത്രന്മാർ ഉണ്ടാകുന്നതിനേക്കാളും ये जो है पुत्र होने के बजाय പറയുന്നത് നിനക്ക് 10 മക്കൾ ഉണ്ടാകുന്നതിനേക്കാളും ഞാൻ ഉണ്ടല്ലോ. कहता भी है कि तुमको 10 जन होने से भी ज्यादा मैं हूं ना. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, मैं एक बात पूछूं, ആമേൻ പ്രീസലോട് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും चाहे कुछ भी है करके बोलेगा तो भी, ഒരിക്കലും ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് പകരമാകത്തില്ല. परंतु एक व्यक्ति दूसरे व्यक्ति की बना नहीं हो सकता है. ആകുമോ? हो सकता है क्या? ആമേൻ പ്രീസലോട് മക്കളുടെ സ്ഥാനത്ത് മക്കൾ തന്നെ ഉണ്ടായിരിക്കണം. बच्चों के सारे बच्चे ही होना चाहिए. അവരുടെ ഭർത്താവ് ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല. अब पति होने से फायदा नहीं है. ഭർത്താവിന്റെ സ്ഥാനത്ത് ഭർത്താവ് തന്നെ വേണം, पति होने से पति ही होना चाहिए. ഭാര്യയുടെ സ്ഥാനത്ത് ഭാര്യ തന്നെ വേണം. पति होने से पति ही होना ഇത് चाहिए. നഷ്ടപ്പെടുമ്പോഴായിരിക്കും അതിന്റെ വേദന മനസ്സിലാക്കുന്നത്. ये जब नष्ट जाते हैं तभी उसका दर्द पता चलता है. ഇല്ലാതിരിക്കുമ്പോഴാണ് അതിന്റെ വേദന മനസ്സിലാക്കുന്നത്. नहीं रहने के समय उसका दर्द पता चलता है. അത് ഉള്ളപ്പോൾ നമുക്ക് അതിന്റെ വേദന എന്തെന്ന് അറിയത്തില്ല. रहने के समय उसका दर्द कैसे हमको नहीं पता था. ആമേൻ നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് ഉണ്ടായിരുന്ന സമയത്തുള്ള ആമേൻ ആ സന്തോഷവും ആ സമാധാനവും മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോഴാണ് മനസ്സിലാകുന്നത്. जो है माता पिता जो है जो कुछ भी जो है प्रेम या जो कुछ भी दिया था वो सब वो लोग ने भी नहीं रहने से वो सब पता चलेगा. ആമേൻ അവർ ഉണ്ടായിരിക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ വില നമ്മൾ അറിഞ്ഞെന്ന് വരത്തില്ല. लेकिन रहने के समय हमें सकता है कि उसका कीमत नहीं समझेंगे. ഇവിടെ എൽക്കാന പറയുന്ന കാര്യം, पहलका में एक बात कहता है, നീ കരയണ്ട, बोला मत, നീ പട്ടിണി കിടക്കണ്ട, मत रहो, നിന്റെ മക്കളെക്കാളും ഞാൻ ഉണ്ടല്ലോ. तुम्हारे बच्चे से भी ज्यादा मैं हूं ना. ഞാൻ ഈ കാര്യം ഒന്ന് ചിന്തിക്കാനിടയായി. मैं सोच रहा था इस बात. ആമേൻ പ്രീസലോട് ഹന്നയോട് ഞാൻ സംസാരിച്ചു, हन्ना से बात की, എൽക്കാനയോട് സംസാരിച്ചു. एल्काना से അപ്പൊ बात ഒരു കാര്യം എനിക്ക് പിടികിട്ടിയത്, की. एक बार मुझे पता चला ये है क्या, ഈ എൽക്കാന ये एल्काना ഹന്നയോട് പറയുന്നു നീ കരയണ്ട വിഷമിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. हन्ना को बोलते हैं रोना मत, बुद्धिमान होना करके. പക്ഷേ അവളുടെ പ്രതിയോഗിയെ ശാസിക്കുകയോ അവളെ നിയന്ത്രിക്കുകയോ ചെയ്തു. परंतु उनका जो विरोध में जो है उसको बिल्कुल जो है डांटने कुछ नहीं किया. ആ പ്രീസലോട് അവളുടെ പ്രതിയോഗി അവളെ ഉപദ്രവിക്കുമ്പോഴാണ് അവൾക്ക് പ്രയാസം കൂടുന്നത്. तो उनका जो विरोधी उनको जो है सताने के समय उसको ज्यादा सताव होता ആ है. വേദന അവൻ ഹന്നയ്ക്കുണ്ട്. दुख हन्ना को था, ഇത് എൽക്കാനയ്ക്ക് അറിയാം. एल्काना को पता है. എൽക്കാന അവൻ പ്രീസലോട് തന്റെ ഹന്നയുടെ പ്രതിയോഗിയോട് ഹന്നയുടെ വിരോധിയോട് സംസാരിക്കാതെ तो जो है एल्काना जो हन्ना के जो विरोध उससे बात करने के बजाय ഹന്നയോട് പറയാ നീ ഇതെല്ലാം സഹിച്ചും പുറത്തും കഴിഞ്ഞോളൂ. बोल रहे कि सब सह के तुम यहीं पे रहो, നീ ഇതിലൊന്നും ഭാരപ്പെടണം. जिससे वो बोझ मत उठा. അവൻ പ്രീസലോട്. പക്ഷെ ഹന്നയ്ക്ക് അത് കഴിയുന്നില്ല. हन्ना को नहीं हो रहा है. അവൻ ഹന്നയ്ക്ക് ലഭിക്കേണ്ട ആശ്വാസം ലഭിക്കുന്നില്ല. हन्ना को मिलने का जो आश्वास नहीं मिल रहा है. ഹന്ന ആഗ്രഹിച്ചതായ മറുപടിയല്ല ഏൽക്കാനയിൽ നിന്ന് ലഭിക്കുന്നത്. हन्ना जो बात करना चाहती है वो जवाब नहीं है जो मिल रहा है. അതുകൊണ്ട് എൽക്കാന പറഞ്ഞ മറുപടി അവൾക്ക് തൃപ്തി വരാത്തത് കൊണ്ട് जिसके एल्काना जो बोला है बात है उसे तृप्त नहीं होने की वजह से അവൾ ഒരു തീരുമാനമെടുത്തു. एक ऐसा जो है निश्चय किया, എന്റെ പ്രതിയോഗി ആലയത്തിലേക്ക് വരുമ്പോഴാണല്ലോ എന്നെ ഉപദ്രവിക്കുന്നത്. मेरी विरोध जो है वो भवन में आने से मुझे सताती है ना. ദൈവസന്നിധിയിലേക്ക് വരുമ്പോഴാണല്ലോ എനിക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. परमेश्वर के चरणों में जो है आने के समय मुझे एक प्रश्न होता है. അതുകൊണ്ട് എന്റെ പ്രശ്നത്തിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. इसलिए मेरे प्रश्न को सिर्फ एक ही जो है उत्तर है. ഇനി മനുഷ്യരോട് പറഞ്ഞിട്ട് കാര്യമില്ല. मनुष्य को बोल के फायदा नहीं है. ഇനി ആരോടും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. बोल के फायदा नहीं है. ആരോട് പറഞ്ഞാലും അവർക്കത്
പരിഹരിക്കാൻ കഴിയത്തില്ല. किसी को भी बोलो उसके लिए जो है नहीं मिलेगा उत्तर। കാരണം അവൾക്കൊരു യാഥാർത്ഥ്യം മനസ്സിലായി. उसको एक असली सच्चाई पता चला। ദൈവവചനം പറയുന്നു, परमेश्वर का वचन कहता है, ആമേൻ, പ്രൈസ് ദി ലോർഡ്, 6-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ അവളുടെ ഗർഭം അടച്ചിരിക്കുക. 6वां आयत में ऐसा लिखा भी है कि परमेश्वर ने जो है यहोवा ने उसके कोख को बंद कर दी। ആമേൻ. അതുകൊണ്ട് അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കാൻ തക്കവണ്ണം അവളെ മുഷിപ്പിക്കുക. और इसीलिए क्या है, उसको अत्यंत चिढ़ाकर खुराती रहती थी, उसके जो विरोधी थी। പ്രൈസ് ദി ലോർഡ്, ഈ കാര്യം പറഞ്ഞാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. कारण बोल के सुताती थी। അവളൊരു തീരുമാനമെടുത്തു, उसने एक तय किया, ഇനി ഞാൻ ദൈവത്തോടല്ലേ കാര്യം പറയും. मैं परमेश्वर से मेरी बात होगी। ആമേൻ. ഇനി എനിക്ക് പറയുവാനുള്ളത് ദൈവത്തോട്. मुझे बोलना परमेश्वर से है। ആമേൻ. ഇതുവരെയും ഞാൻ മനുഷ്യരോട് പറഞ്ഞു, ആമേൻ, അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. उसके लिए जो है कुछ ढूंढ नहीं पाए। ആമേൻ. എന്നാൽ ഇന്ന് ഞാൻ എന്റെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാൻ और പോകുന്നു. इस बात में मेरी जो है आवश्यकता है वो मैं परमेश्वर से कहूंगा। കാരണം ഈ ഹന്ന അനുഭവിക്കുന്ന വേദനയുടെ ആഴം എൽക്കാനയ്ക്ക് മനസ്സിലാകത്തില്ല. क्योंकि जो हन्ना को जो हो रहा है उसके बारे में एल्काना नहीं समझ सकता। അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എൽക്കാന അങ്ങനെയല്ല സംസാരിക്കുന്നത്. समझा हो तो ऐसा बात नहीं करता था। കാരണം എൽക്കാന പറയുന്നത്, എനിക്ക് മക്കളുണ്ടല്ലോ, कि एल्काना कहता है मुझे बच्चे हैं ना, ആമേൻ, നിനക്ക് മക്കളില്ലെങ്കിൽ നീ സമാധാനപ്പെടുക, नहीं मेरे तो भी तुम जय शांत है, നീ കരയേണ്ട കാര്യമില്ല, रोने की जरूरत नहीं है। ആമേൻ, എനിക്കുള്ള മക്കൾ നിന്റെ മക്കളായിട്ട് കരുതിയാൽ മതി. मेरे बच्चे भी तुम्हारे बच्चे करके देख सकते हैं। പക്ഷെ ഈ ഹന്നയ്ക്ക് അതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിഞ്ഞില്ല. तो हन्ना ऐसे तृप्त नहीं हो पाए। ഹന്നയുടെ വ്യസനം ഏൽക്കാന ആ രീതിയിലല്ല മനസ്സിലാക്കി. हन्ना का जो बातें हैं तो वैसा नहीं वो पहचाना है। ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബ് കഷ്ടതയിൽ കൂടെ കടന്നു ചെന്നപ്പോൾ अय्यूब जो है उनकी जिंदगी मुश्किल से गुजरने के समय അവന്റെ കഷ്ടത എന്തുകൊണ്ട് അവന്റെ ജീവിതത്തിൽ വന്നെന്ന് അവനും അറിയത്തില്ല, അവന്റെ സ്നേഹിതന്മാർക്കും അറിയത്തില്ല. कष्ट कैसा उनकी जिंदगी में आया करके ना ही उनको पता है ना ही उनके दोस्तों को पता है। അതുകൊണ്ടാണ് ഇയ്യോബ് തന്റെ ജീവിതത്തെ ശപിക്കുവാൻ തുടങ്ങി. इसीलिए अय्यूब जो अपने जो जीवन को श्राप देने लगे। അവന്റെ ജന്മദിനത്തെ അവൻ ശപിച്ചു. तो जन्म का दिन है उसको श्राप दिया। അവന്റെ ശാപം സഹിക്കാതെ വന്നപ്പോൾ तो श्राप सह नहीं पाया तभी അവന്റെ സ്നേഹിതർ അവന് വിരോധമായി സംസാരിക്കാൻ ആരംഭിച്ചു. ये जो प्रेम करने वाले उनके विरोध बात करने लगे। അവരുടെ തീരുമാനം, അവരുടെ ചിന്ത ഇങ്ങനെയായിരുന്നു, उनका जो है चिंता और सोच ऐसा था, ദൈവം നീതിമാന്മാർക്ക് പരീക്ഷ അനുവദിക്കത്തില്ല. परमेश्वर जो है धर्मी लोगों को ऐसा परीक्षा नहीं देंगे। എന്തെങ്കിലും പാപം ചെയ്താൽ മാത്രമേ ഈ പ്രശ്നം ഉണ്ടാകത്തുള്ളൂ. पाप के कोई ये प्रश्न ऐसा होगा। ഇന്നും അങ്ങനെയാ ജനങ്ങൾ പറയുന്നത്. आज भी ऐसा लोग कहते हैं। പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ ഒരു വിഷയം കടന്നു വരുമ്പോൾ प्रार्थना कैसे आराधना कैसे मनुष्य के जो है बच्चे के जीवन में ऐसा कुछ आने के समय അതിന്റെ കാരണമല്ല അന്വേഷിക്കുന്നത്. तो कारण नहीं ढूंढते हैं। അവർക്ക് അങ്ങനെ വരാൻ പാടില്ലെന്നാ പറയും. उसको ऐसा नहीं होना चाहिए ऐसा बोलते हैं। അവർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തോ വലിയ പാപം ചെയ്തു. तो अगर ऐसा हुआ तो मतलब उसने कुछ बड़ा पाप किया है। വലിയ പാപം ചെയ്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. बड़ा पाप किया इसलिए ऐसा हो रहा है। അല്ലെങ്കിൽ യേശുവിന്റെ ശിഷ്യന്മാരോട് ചോദിച്ച്, लेकिन यीशु मसीह के शिष्य को पूछिए, ആമേൻ, ഒരു കുരുടനെ വഴിയിൽ കണ്ടപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ച ഒരു ചോദ്യം എങ്ങനെയാ? जो है जब उसने अंदर व्यक्ति को जब वो रास्ते में देखते हैं तो शिष्यों ने ऐसा एक बात पूछा। യേശുവോട് പറഞ്ഞു, യേശുവെ, ഇവൻ പാപം ചെയ്തിട്ടാണോ ഇവന്റെ അമ്മയപ്പൻ പാപം ചെയ്തിട്ടാണോ ഇവൻ ഇങ്ങനെ സംഭവിച്ചത്? उन्होंने पूछा कि हे यीशु मसीह को ऐसे पूछते हैं कि ये इसने पाप किया है इसीलिए ये अंधा है या इसके माता पिता का पाप है। ഇന്ന് പലരും പറയുന്നത് അങ്ങനെ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ സംഭവിക്കൂ. आज भी कई लोग कहते हैं कुछ पाप किया तो ही ऐसा होगा। ആമേൻ. ജനത്തിന്റെ മനസ്സിൽ അങ്ങനെ കടന്നുകൂടിയിട്ടുണ്ട്. जो है जो लोग हैं उनके मन में ऐसा हो गया है। യേശു പറഞ്ഞു, ഇവരാരും പാപം ചെയ്തിട്ടല്ല इങ്ങനെ സംഭവിച്ചത്. यीशु ने कहा कि कोई पाप करने की वजह से नहीं ऐसा हुआ है। ഇവന്റെ പാപവുമല്ല, ഇവന്റെ അമ്മയപ്പന്റെ പാപവുമല്ല. इनका पाप भी नहीं उनके माता पिता का पाप भी नहीं है। ഇവൻ ഇങ്ങനെ ജനിക്കുവാനുള്ള കാരണം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ. वो ऐसा जन्म लेने का कारण ये है परमेश्वर काम प्रकट हो എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, ये सुनने वाले ഇന്ന് പകൽക്കാലം ഇതിൽ നിന്ന് ഞാനൊരു കാര്യം നിങ്ങളോട് അറിയിക്കാൻ ആഗ്രഹിക്കുക. मैं इसके द्वारा एक बात आपको बताना चाहता हूँ। നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, जीवन में आने वाले जो प्रश्न है ആമേൻ, ഈ പ്രതികൂലങ്ങൾ, ये प्रतिकूल है। അത് നിങ്ങളുടെ പാപം ചെയ്തിട്ടല്ല, നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല, പിന്നെയോ ദൈവ മഹത്വം വെളിപ്പെടാൻ. जो है तुम्हारी गलती बताने या पाप करने लेकिन परमेश्वर का महिमा प्रकट होने के लिए ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ വിഷയത്തിന്റെ മേലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ. आज तुम जो अनुभव कर रहे हैं इस बात में परमेश्वर काम को प्रकट करने के लिए ദൈവ മഹത്വം വെളിപ്പെടുമ്പോൾ परमेश्वर इस जो है अपना महिमा बताने के समय അനേകർ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരും. कई लोग ऐसे समय वापस आएंगे। ആമേൻ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്റെ അടുക്കൽ വന്നു. कई दिनों में जो है एक भाई मेरे सामने आया। അവന്റെ ജീവിതത്തിൽ അവന്റെ കുടുംബത്തിൽ വലിയൊരു പ്രശ്നമാണ്. उनके परिवार में बहुत समस्या हो रहा है। കുടുംബം വലിയ ഭാരത്തോടെ ആയിരിക്കുന്നു. पूरा परिवार बहुत बोझ में है। ആമേൻ. പ്രീശനോട് ഞാൻ ഈ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ
मैं जो है ये हुआ जो रविवार के दिन आराधना को घर आने के समय, അങ്ങനെ ഞാനും എന്റെ ഭാര്യയും കൂടെ സംസാരിക്കുമ്പോൾ പറഞ്ഞു നമുക്ക് ഇന്ന കുടുംബത്തിലോട്ടൊന്ന് പോകാം. तो जो ऐसा वो बात कर रहे थे, तो बात करने से वो सोची कि आज जो है ये परिवार में जाना है, ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ആ കുടുംബത്തിലേക്ക് പോയി. और अगला दिन हम इस परिवार के पास गए, സഭയിൽ അന്ന് ഉപവാസ പ്രാർത്ഥനയെ പ്രഖ്യാപിച്ചു. और जो है आराधना जो है हमने उपवास प्रार्थना भी बोला है, അങ്ങനെ എന്നിട്ട് ആ ഭവനത്തിലേക്ക് ഞങ്ങൾ കടന്നുപോയി. फिर इस भवन में हम गए। കടന്നു ചെന്നപ്പോൾ ആ ഭവനക്കാരെല്ലാം അത്ഭുതപ്പെട്ട് നോക്കിയ. हम जाने के समय भवन के जो लोग हैं वो लोग सब अद्भुत से देख रहे थे। എന്റെ കുടുംബക്കാർ ഒന്ന് രണ്ടുപേരോടെ വന്നു. कि परिवार में से कुछ जन आए, അവർക്കെല്ലാം സംശയമാണ്. सब जो है डाउट हो रहा है അവരുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി. कि उनके जो परिवार में एक समस्या ആ हुई। പ്രശ്നം ആരാണ് എന്നോട് പറഞ്ഞത്? हाँ, आके मुझे बताया जरा। എന്നാൽ അവരുടെ പ്രശ്നം എനിക്കറിയത്തില്ല. मुझे उनका जो है समस्या नहीं ആ पता, സംഭവം എന്തെന്ന് അറിയത്തില്ല. उनका क्या है बात नहीं पता। ദൈവാത്മാവ് ഞങ്ങൾ രണ്ടുപേരും അവിടെ കൊണ്ടുപോയി. कि आत्मा हम दोनों को लेकर गए हैं। ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആമേൻ അവരുടെ വേദന വലുതാണ്, അതിലേക്ക് വേണ്ടി ദൈവം ഞങ്ങളെ കൊണ്ടുപോയത്. और तभी जाने का नहीं पता चला कि उनका दर्द है बहुत बड़ा है और परमेश्वर इसीलिए हमको वहां लेकर गए। ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. हम उनके लिए प्रार्थना की। അവർ കുടുംബവുമായി ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനിടയായി. वे जो परिवार के साथ हमारे जो है प्रार्थना में जुड़े। ആമേൻ അന്ന് ഞങ്ങൾ അവിടെ പോയിരുന്നില്ലെങ്കിൽ परंतु अगर हम वहां पे नहीं जाते तो ചിലപ്പോൾ ആ കുടുംബത്തെ ആമേൻ ഞങ്ങൾക്ക് ലഭിക്കത്തില്ലായിരുന്നു. वो जो परिवार हम नहीं प्राप्त कर पाते थे। അടുത്ത ദിവസം അവർ നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. हर जो है वहाँ पे भी जो अगला दिन में गाँव जाने के टिकट बुक करके रखे थे। അതുകൊണ്ട് ദൈവാത്മാവ് ഞങ്ങളെ അവിടെ പറഞ്ഞു വിട്ടു. इसलिए परमेश्वर की आत्मा ने हमें वहाँ भेजा। ഞങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. हमने वहाँ प्रार्थना किया, ആ ടിക്കറ്റ് ക്യാൻസൽ ആക്കിയിട്ട് ഉപവാസ പ്രാർത്ഥന ചെയ്തു. टिकट कैंसिल करके उपवास प्रार्थना में आए। ആമേൻ അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. परमेश्वर की चरण में प्रार्थना किया। ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ അവർ ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെയാ. उपवास प्रार्थना के लिए प्रार्थना करने से एक बस ने कहा, പ്രാർത്ഥന കഴിഞ്ഞ അടുത്ത ദിവസം നാട്ടിൽ जब प्रार्थना होकर अगले दिन हम गाँव जाते हैं। ഇതുവരെ പോയില്ല. ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാണ്. परमेश्वर को पवित्र आत्मा से कार्य करने लगे। ഞാൻ പറഞ്ഞ മനസ്സിലായോ? मैंने कहा समझ में ആമേൻ മനുഷ്യർ കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത്. मनुष्य देखते वैसा नहीं करते देखते हैं। ചില പ്രശ്നങ്ങളെ ദൈവം മുൻകൂട്ടി അറിഞ്ഞിട്ടാണ് ആമേൻ ദൈവം അവിടേക്ക് നയിക്കുന്നത്. कुछ जो है वहाँ पे परमेश्वर को पता है वहाँ पे जो होने वाला है, इसीलिए हमको बेचते हैं। ഞാൻ ആ കുടുംബത്തോട് പറഞ്ഞത് हमने इस परिवार से कहा നിങ്ങളുടെ था, ജീവിതത്തിൽ ഈ പ്രശ്നം तुम्हारे जीवन में जो समस्या है അത് നിങ്ങളെ തകർക്കുവാൻ വേണ്ടിയല്ല. तुम्हें नाश करना नहीं है, ആമേൻ പ്രൈസ് ദി ലോർഡ് നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കാൻ. परमेश्वर की ओर जो है और लेकर आए हैं। അവർ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ये जो है उपवास करने आने के समय ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി അവരോട് സംസാരിക്കാൻ തുടങ്ങി. परमेश्वर की आत्मा एकदम जो है उनसे बात करने लगी। കഴിഞ്ഞ നാളുകൾ അവർ കണ്ണുനീരൊഴുക്കിയത്, जो पिछले दिनों में उन्होंने आंसू बहाया था രാത്രി യാമങ്ങളിൽ ഉറങ്ങാതെ ഇരുന്ന് കരഞ്ഞത്, और जो है रात को जो है उन्होंने बिना सोए जो रोए थे, ആത്മഹത്യക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്തത് जो अपना जीवन को खत्म करने के लिए जैसा उन्होंने तय भी किया था, ദൈവാത്മാവ് സഭയിൽ വെളിപ്പെടുത്തി. परमेश्वर की आत्मा ने वो कलीसिया में प्रकट അവർ किया കണ്ണീരോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. और वे आंसू के साथ समर्पण किए। പ്രിയമുള്ളവരെ, ദൈവം ആമേൻ ചെയ്യുന്ന പ്രവൃത്തികൾ ये लोगों जो परमेश्वर करने वाले जो बातें हैं നമുക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. हमें कभी समझ में ना आए। നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നത്തിന്റെ പിന്നാലെ ഒരു കാരണമുണ്ട്. हमारे जीवन में आने वाले प्रश्नों के पीछे भी एक कारण है। അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ മലയാള മീറ്റിംഗിൽ ഇതിനെ കുറിച്ച് പറഞ്ഞത്. इसलिए पिछले दिनों में मैंने लोगों को कह रहा നമ്മുടെ था, ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യത്തിന്റെ പിന്നിലും ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. हमारे जीवन में एक सारी बातें परमेश्वर एक योजना। നമ്മളെപ്പോഴും പറയും നമ്മുടെ തലയിൽ ഒരു മുടി കൊഴിയണമെങ്കിൽ ദൈവം അറിയണം. हम हमेशा कहते हैं कि हमारे जो है बाल से एक रस्सी भी हमारे जो है सर से एक बाल भी जाना है तो परमेश्वर का अनुमति होना चाहिए। നമ്മുടെ വായിൽ നിന്നൊരു വാക്ക് പുറപ്പെടണമെങ്കിൽ അത് ദൈവം അറിയണം. हमारे मुंह से जो एक वचन भी आना है तो परमेश्वर जानना चाहिए। അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ ദൈവം അറിയുന്നില്ലേ? क्या हमारे जीवन में होने वाले प्रश्न परमेश्वर नहीं जानते ഇതിന് हैं? പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. इसके पीछे परमेश्वर का एक उद्देश्य है। അത് മനസ്സിലാക്കാൻ പ്രാർത്ഥിക്കാം. समझने के लिए प्रार्थना करें। അതുകൊണ്ട് യാക്കോബ് പറഞ്ഞത്, तो ये आपको कहता നിങ്ങൾ है കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. जो कष्ट अनुभव करते हैं, प्रार्थना करो। നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. कष्ट अनुभव करने वाले प्रार्थना करो। എന്താ പ്രാർത്ഥിക്കേണ്ടത്? क्या प्रार्थना ഈ करना है? കഷ്ടം മാറുവാൻ വേണ്ടിയല്ല, ये कष्ट जाने नहीं, ഈ കഷ്ടം വരുന്നതിന്റെ കാരണം ये അറിയാം. कष्ट आने का कारण क्या है? ഇതിന്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശമാണ്. इसके पीछे परमेश्वर का उद्देश्य क्या है? ആമേൻ. ഈ കഷ്ടം എങ്ങനെയാ വന്നത്? ये कष्ट आया कैसे? അത് മനസ്സിലാക്കാതെയാണ് ഇയ്യോബ് പിറുപിറുത്തത്. वो नहीं समझते हुए अय्यूब ने कुड़कुड़ाया। ഇയ്യോബിന് അറിയത്തില്ല ഇത് എന്തുകൊണ്ട് വന്നത്. अय्यूब को नहीं पता क्यों ऐसा हो रहा है। അവന്റെ കണ്ണിലും ദൈവത്തിന്റെ കണ്ണിലും അവൻ നീതിമാൻ. कि आंखें परमेश्वर की आंखों में वो धर्मी है। പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? क्यों ये ऐसा हुआ? ഇത് തന്നെ സ്നേഹിതന്മാർ ചോദിച്ചത്. ये दोस्तों ने पूछा। ആമേൻ. എന്നാൽ പ്രൈസലോട് ദൈവം അത് വെളിപ്പെടുത്തിയപ്പോൾ परमेश्वर से प्रकट करने के समय ആമേൻ ഇയ്യോബ് ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞു. अय्यूब परमेश्वर को धन्यवाद दे रहा है। നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നത്തിന്റെ പിന്നിലും ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. हमारे जीवन में आने वाले सारे प्रश्नों के लिए परमेश्वर का उद्देश्य है। അന്നയ്ക്ക് ആമേ കുഞ്ഞ് ജനിക്കാത്തതിന് കാരണമുണ്ട്.
हन्ना को बच्चा नहीं जन्म होने का कारण था ആമേൻ. ഹന്നയ്ക്ക് പിറക്കാൻ പോകുന്നത് ഇസ്രായേൽ ജനങ്ങളെ നയിക്കുവാനുള്ള ഒരു വ്യക്തിയാണ്. कि हन्ना से जन्म होने वाला को इजराइल जन को जो है अगुवाई करने वाला है ഒരു ശ്രേഷ്ഠമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ആമേൻ തയ്യാറാക്കുമ്പോൾ एक श्रेष्ठ जो है सेवकाई के फंक्शन को तैयार करने समय ഇവൻ മുമ്പേ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ശുശ്രൂഷ നടക്കത്തില്ല. भाई में आएगा तो ये सेवका नहीं होगा ആദ്യം പ്രൈസലോട് ഇതിന് ആദ്യമേ ഇവൻ പിറന്നിരുന്നുവെങ്കിൽ ശമൂവേൽ ജനിച്ചിരുന്നെങ്കിൽ ഈ ശുശ്രൂഷയ്ക്ക് അവനെ ചിലപ്പോൾ നിൽക്കാൻ കഴിയില്ല. अगर पहले से ये होता था और अगर तभी जो है जन्म होता था तो ये जो परमेश्वर के लिए होता था അപ്പോ ദൈവത്തിന്റെ ശ്രേഷ്ഠമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി तो परमेश्वर के श्रेष्ठ जो है वो सेवकाई के लिए ഒരു തലമുറയെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി एक पीढ़ी को परमेश्वर के साथ करने के लिए ദൈവം ഹന്നയെ തടഞ്ഞു വെക്കുകയാണ്. परमेश्वर हन्ना को जो रोक के रखा ഹന്നയുടെ അനുഗ്രഹത്തെ തടഞ്ഞു വെക്കുകയാണ്. क्या अनुग्रह को रोक के रखा था ഹന്നയുടെ തലമുറയെ ദൈവം നിർത്തി അടച്ചു വെക്കുകയാണ്. हन्ना का जो है वो पूरा पीढ़ी को जो है यहाँ पे रोक के रखा था അവർക്കൊരു തലമുറ ലഭിക്കാതിരുന്നതിന്റെ കാരണം ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയായി. पीढ़ी जो है रोक के रखा था या नहीं मिल रहा था क्योंकि वैसा एक तरह से काम वहाँ होने के നമുക്ക് മനസ്സിലാക്കാത്ത ഹന്ന അവൾ വ്യാകുലപ്പെട്ട് കരഞ്ഞു പട്ടിണി കിടന്നു. वो नहीं समझा हुआ हन्ना जो व्याकुल होकर भूखे होकर रोने लगी അവൾ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ जो परमेश्वर के चरण में जो किया ദൈവസന്നിധിയിൽ വന്ന് തന്റെ ആവശ്യങ്ങളെ പകർന്നപ്പോൾ अपने जो आवश्यकता को बोलने के समय അവൾക്കൊരു കാര്യം മനസ്സിലായി. जो एक बात पता चला പ്രൈസലോട് അവളുടെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോഴാണ് സമയമായത്. प्रार्थना का समय अभी हुआ है ഇതുവരെയും കരഞ്ഞു വിലപിച്ചിരുന്നവൾ अभी तक जो है रो के विलाप करने वाली ഇപ്പോൾ അവൾ ദൈവസന്നിധിയിൽ വന്ന് തന്റെ ആവശ്യം പറഞ്ഞു. अभी परमेश्वर के चरणों में आके अपना आवश्यक को बताया എന്നാൽ അവിടെയും അവൾക്ക് പ്രതികൂലമാണ് ലഭിച്ചത്. परंतु वहां पर भी उसको प्रतिकूल ही मिल रहा था അവിടെ ഇരുന്ന പുരോഹിതൻ പോലും അവളെ സംശയിച്ചു. वहां पर बैठ के जो है वो पुरोहित है वो भी उस पे जो है डाउट करने लगे എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ सुनने वाले प्रिय लोग പലരും നമ്മളെ സംശയിച്ചെന്ന് വരും. कई लोग हमारे ऊपर जो है शक कर सकते हैं പലരും നമ്മെ തെറ്റിദ്ധരിച്ചെന്ന് वരും. हमें गलत रीति से जो है गलत फहमी हो सकती है നമ്മുടെ അവസ്ഥ അറിയാതെ हमारे अवस्था को ना जानते നമ്മുടെ हुए, കാര്യം മനസ്സിലാക്കാതെ हमारी बातों को नहीं समझते हुए പലരും നമ്മെ തെറ്റിദ്ധരിച്ചെന്ന് വരും. कई लोग हमें जो है बुरा मान लेंगे അവിടെ ഒന്നും നിങ്ങൾ വീണു പോകരുത്. तो वहां पे हमें गिरना नहीं है എന്റെ ജീവിതത്തിൽ ഞാൻ അനേകം പ്രാവശ്യം അനുഭവിച്ചത്. मेरे जीवन में कई बार इसको अनुभव किया അത് ഇപ്പോഴല്ല, ये अभी नहीं है വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പേ എന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. विश्वास करने से पहले से ही मेरे जीवन में എന്നെ हुआ है। പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. और तो मुझे जो गलत रीति समझा है പക്ഷെ ഞാൻ അവിടെ ക്ലിയർ ചെയ്യാൻ പോയിട്ടില്ല. लेकिन वहां पे मैं एकदम उसको जो है साफ करने गया नहीं അത് ഞാൻ തെളിയിക്കാൻ പോയിട്ടില്ല. मैं जाके उसको क्या है सच से बताने गया नहीं എനിക്കറിയാം ഞാൻ തെളിയിക്കാൻ പോയ പ്രശ്നത്തിലേക്ക് मुझे पता है अगर मैं बोलने जाऊंगा तो प्रश्न में बदल जा सकता है ഒരിക്കലും ഒരു വ്യക്തി എന്നെ തെറ്റിദ്ധരിച്ചു. एक बार एक व्यक्ति ने जो है मुझे गलत रीति समझा അദ്ദേഹം TPM-ലെ ഒരു ദൈവദാസനായിരുന്നു. TPM में परमेश्वर के दास थे അദ്ദേഹത്തിന്റെ കുടുംബം പ്രൈസലോട് ചെയ്ത ഒരു കാര്യത്തിൽ कि जो है परिवार ने किया एक बात में അദ്ദേഹം എന്നെ തെറ്റിദ്ധരിക്കാനിടയായി. वो मुझे गलत रीति समझ में आया അദ്ദേഹം എന്റെ മാതാവിനോട് ആ കാര്യം പറഞ്ഞു. मैंने जो है माता है उनको जाके बात बताया ഞാൻ ഇവനെ അങ്ങനെയല്ല വിചാരിച്ചത്. मैंने इसको ऐसा नहीं सोचा था പക്ഷെ ഇവനിൽ നിന്നും ആ തെറ്റ് സംഭവിച്ചെന്ന് लेकिन പറയാനായി. इससे वो गलत हुआ करके उनको बोलना पड़ा ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ कुछ महीना होने के समय അദ്ദേഹത്തിന് ആ കാര്യം മനസ്സിലായി. उनको बात समझ में आया അദ്ദേഹം എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. वो मुझे प्रेम करने लगे അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ മാറി. उनका जो भी गलत सोचते वो बदल गया അദ്ദേഹം എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. मुझे प्रेम करने लगे അദ്ദേഹത്തെ എനിക്ക് ശുശ്രൂഷിക്കാൻ കഴിയും. वो जो है सेवकाई करने लगा അദ്ദേഹം ഈ ലോകത്ത് മാറ്റപ്പെടുന്നതിന് മുൻപ് वे इस दुनिया से जाने से पहले भी അദ്ദേഹം സത്യം മനസ്സിലാക്കി. उन्होंने सच्चाई को पहचाना അദ്ദേഹം ഈ ലോകത്ത് ചില ദിവസം കഴിഞ്ഞപ്പോൾ മാറ്റപ്പെട്ടു. और फिर कुछ दिनों बाद वे गुजर गए പിന്നെ ആ കുടുംബമായിട്ടുള്ള ബന്ധം അവസാനിച്ചു. उस परिवार से फिर वो जो है रिश्ता वहाँ पे खत्म ഞാൻ हुआ പറഞ്ഞത് മനസ്സിലായോ? मैं बोलने वाला അനേകം പ്രാവശ്യം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. अनेक बार मेरे जीवन में हुआ है ഇപ്പൊ പിന്നെ അതൊരു ശീലമായി മാറി. तो अभी तो वो आदत हो गया അതുകൊണ്ട് എനിക്കിപ്പോ അത് വിഷയമാണ്. फिर मुझे वो विषय नहीं ഇപ്പൊ അതിന് ഞാൻ ഒരു ടെൻഷൻ അടിക്കാറില്ല. इससे मुझे और कुछ टेंशन नहीं കാരണം അത് കേട്ട് അങ്ങനെ ശീലിച്ചു. क्योंकि सुन के क्या है वो ऐसा आदत हो गया है ജീവിതത്തിന്റെ ഒരു ഭാഗമായി जीवन തീർന്നിരിക്കും. का भाग हो गया है എന്നാൽ ഹന്നയെ ഇവിടെ ദൈവദാസൻ പോലും തെറ്റിദ്ധരിക്കപ്പെട്ടു. परंतु यहाँ पे हन्ना को जो है प्रभु के दास ने उसको पता चला അദ്ദേഹത്തിന് പോലും ഹന്നയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. खुद तक हन्ना को नहीं समझ पाया എന്നാൽ ഹന്ന അവിടെ പറയുക, तो हन्ना वहाँ पे कहते हैं ഞാൻ ഒരു പ്രൈസലോട് ഒരു തെറ്റായ സ്ത്രീ അല്ല. मैं वहाँ पे जो गलत सी नहीं है ഞാൻ ദൈവസന്നിധി എന്റെ ഹൃദയം പകരുകയാണ്. मैं जो अपना हृदय को बता रहा हूँ എന്റെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് പകരുമ്പോൾ भगवान के चरणों में मैं अपने हृदय को बताने के समय ചിലപ്പോൾ വാ തുറന്ന് ശബ്ദമൊന്നും പുറപ്പെട്ടില്ലെന്ന് വരാം. कई बार जो है
बोल के आवाज नहीं निकलेगा, ആമേ ചിലപ്പോ ആമേ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരിക്കാം, बस जो है आंसू बहते होंगे, ചിലപ്പോൾ ഉച്ചത്തിൽ ആമേ ശബ്ദം ഉണ്ടാക്കിയെന്ന് വരാം. कुछ आवाज से बोले होंगे, വ്യത്യസ്തമായ രീതിയിലാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയം പകരുന്നത്. अलग अलग रीति में जो परमेश्वर के सामने अपने हृदय को उंडेलते हैं। ഹന്ന ദൈവസന്നിധിയിലെ ഹൃദയം പകർന്നപ്പോൾ अन्ना जब भी अपने हृदय को उंडेला तभी ആമേൻ ആ പുരോഹിതന് തെറ്റിദ്ധാരണ, तो एक वहाँ पे जो गलत फहमी हुई। എന്നാൽ അവൾ അവിടെ ആമേ തന്റെ ആവശ്യം പറഞ്ഞു, लेकिन वहाँ पे उसने अपने बात को बताया, താൻ പ്രാർത്ഥിച്ച കാരണം എന്തെന്ന് പറഞ്ഞു. उसने जो बातें के लिए प्रार्थना की उस बताया, അവൻ കരഞ്ഞതിന്റെ കാരണം പറഞ്ഞു. तो उनका रोने का जो है वो कारण बताया। അവളുടെ വിഷയം അവിടെ പറഞ്ഞപ്പോൾ बातों को बताने के समय ആ പുരോഹിതൻ പറയുക, वो ये कहता है, ആമേൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുമാറാകട്ടെ. तुम्हारी प्रार्थना को परमेश्वर उत्तर दे। ആമേൻ പ്രൈസ് ദി ലോർഡ്. നീ ഈ പ്രാർത്ഥിച്ചതിന് ദൈവം നിനക്ക് മറുപടി നൽകും. तो तुमने जो प्रार्थना की उसके परमेश्वर में जो है उत्तर दे। നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക. तुम जो है शांति से चले जाओ, നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക. शांति से चले जाओ। നീ ഇന്ന് ദൈവസന്നിധിയിൽ വെച്ച പ്രാർത്ഥന आज तुम परमेश्वर के चरणों में लगाओ प्रार्थना, ദൈവം കേട്ടിരിക്കുക. परमेश्वर सुना है, ദൈവം അതിന് മറുപടി നൽകാൻ പോവുക. परमेश्वर उसके उत्तर देने वाले हैं। ആ വാക്ക് കേട്ടപ്പോൾ वो बात सुनने के समय ഇതുവരെ ലഭിക്കാത്ത ഒരു സമാധാനം അവളുടെ ഹൃദയത്തിൽ വന്നു. अभी तक नहीं मिला हुआ जो है शांति उनको मिला। അതുകൊണ്ട് വചനം പറയുന്നത് ये वचन कहता है, അതിനുശേഷം उसके बाद അവൾ കരഞ്ഞില്ല, वो रोई नहीं, അവൾ പട്ടിണി കിടന്നില്ല, कि नहीं रही, അവൾ നിരാശപ്പെട്ടില്ല, वो निराश नहीं हुई, അവൾക്ക് ഉടനെ പ്രതിഫലം ലഭിച്ചോ? उसको तुरंत मिला क्या प्रतिफल? വചനം പറയുന്നു वचन कहता है, ഒരാണ്ട് കഴിഞ്ഞിട്ട് അവൾ ഗർഭം ധരിച്ചത്. एक होने के बाद जो उनको जो गर्भवती हुई, ഈ വിഷയം നടന്ന് ये एक विषय होने के ഈ बाद പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുമെന്ന് പറഞ്ഞ് ये प्रार्थना को उत्तर मिलेगा ये बोलने के ഒരാണ്ട് അവൾ വീണ്ടും കാത്തിരിക്കേണ്ടി बाद, വന്നു. 1 साल फिर उसने जो इंतजार किया, പക്ഷെ അവൾ കരഞ്ഞില്ല. तो वो रोई नहीं, എന്തുകൊണ്ടാ? അവൾക്കൊരു ഉറപ്പ് ലഭിച്ചു. क्यों? अभी उसको जो है एक निश्चय मिला, ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചത് परमेश्वर के चरणों से प्रार्थना ദൈവം किया, കേട്ടു. परमेश्वर सुने। ഇതുവരെയും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചില്ല. अब तक जो मैं प्रार्थना नहीं कर रहा, ഞാൻ എന്റെ ആവശ്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു. मैंने दूसरों को नहीं बताया, मैंने ഞാൻ പ്രാർത്ഥിച്ചില്ല. प्रार्थना नहीं की, ആമേൻ. എന്നാൽ ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചു. लेकिन आज मैं प्रार्थना करता हूँ, ദൈവം എനിക്ക് മറുപടി നൽകി. और परमेश्वर मुझे जो है जवाब देते हैं, എനിക്ക് ആശ്വാസം. तो जो है आश्वासन, ദൈവം അവളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായി. परमेश्वर की जीवन में जो काम ഇന്ന് किया, പലിക്കാതെ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. आइए मैं आपको बंद करें। ഇതുവരെയും ദൈവസന്നിധിയിൽ പകരാത്തത് अभी तक परमेश्वर के चरणों में नहीं बांटा हुआ, മറ്റു പലരോടും പറഞ്ഞു, बाकी बहुत दिन से कहा है, മറ്റു പലരോടും പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടു, बहुत दिन से प्रार्थना विषय के लिए मांगा है, മറ്റു പലരോടും നമ്മൾ പറഞ്ഞു. और बहुत लोगों को जब हम बात जाके बोला भी है। എന്നാൽ സ്വയം ദൈവസന്നിധിയിൽ അർപ്പിച്ചിട്ടുണ്ടോ? क्या हम अभी तक जो है खुद से अपने को दिया है? ദൈവസന്നിധിയിൽ പോയിട്ടും परमेश्वर के चरणों में जाने के बाद भी തന്റെ ദുഃഖം പകരാത്ത ഹന്ന जो खुद का दुख नहीं बताया हन्ना, അവൾ കരയാനും പട്ടിണി കിടക്കാനും തുടങ്ങി. जो है रोने के लिए उपवास रहना शुरू कर दिया। എന്നാൽ ദൈവസന്നിധിയിൽ അവൾ പകർന്നപ്പോൾ, लेकिन जब उस परमेश्वर के चरणों में उसने उंडेला, ദൈവസന്നിധിയിൽ അവളുടെ ആവശ്യങ്ങളെ പറഞ്ഞപ്പോൾ उसने अपने जो जरूरतों को बोलने के समय പിന്നെ അവൾക്ക് കരയേണ്ടി फिर വന്നു. उसको रोना नहीं पड़ा। ഇന്ന് പകൽക്കാലം आज सुबह के समय നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് പറയാം. जरूरत है बताना है, പിന്നെ നമ്മൾ കരയേണ്ടി വരത്തില്ല. हम रोने की जरूरत नहीं होगी, പിന്നെ പട്ടിണി കിടക്കേണ്ടി വരത്തില്ല. जो है भूखे की जरूरत नहीं पड़ेगी। എന്താണ് നമ്മുടെ ആവശ്യം? हमारी क्या है जरूरत, എന്താണ് നമ്മുടെ വിഷയം? क्या है हमारा विषय? ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? आज सुबह से हम देने तैयार ഒരു हैं, നിമിഷം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? हम परमेश्वर के चरणों में देने तैयार हैं, ദൈവസന്നിധിയിൽ ആ ഹൃദയത്തെ ഒന്ന് പകരാമോ? परमेश्वर के चरणों में वो जो हृदय को ढेल सकते हो क्या? കഴിഞ്ഞ നാളുകൾ അനേകരോട് പറഞ്ഞില്ലേ? जो है पिछले दिनों में कई सारे जन से बोला था ना, അനേകരോട് പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടില്ലേ? कई सारे जन से जो प्रार्थना विषय मांगे थे ना, അനേകരോട് നിന്റെ ആവശ്യങ്ങൾ പറഞ്ഞില്ലേ? कई जन को अपना आവശ്य बताए थे ना, നിനക്ക് പരിഹാരം ലഭിച്ചുവോ? जो है उसका उत्तर मिला क्या? ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. आज से परमेश्वर के चरणों में दे दो, നമുക്ക് ഉത്തരം തരുവാൻ കഴിവുള്ള ദൈവകരങ്ങളിലേക്ക് उत्तर देने वाले परमेश्वर के चरणों में हाथों में दे दो। നമ്മെ സമർപ്പിക്കുമ്പോൾ समर्पण करने के समय ദൈവം നമുക്ക് മറുപടി നൽകും. कृपया जो है याद रखिए कि परमेश्वर हमें जो उत्तर देगा, നമുക്ക് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. हमें उस प्रार्थना को उत्तर मिलेगा। ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. हम आइए प्रार्थना करते हैं, ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ പകരാം. परमेश्वर के चरणों में अपने हृदय को ढेल ദൈവത്തോട് दें। നമുക്ക് ഏറ്റുപറയാം. परमेश्वर से हम कहते हैं, മനുഷ്യർ ആമെ ചെയ്തു തരാൻ കഴിയാത്തത്, जो मनुष्य नहीं कर सका എന്നാൽ ദൈവം അത് നമുക്ക് ചെയ്തു. परंतु परमेश्वर हमें करके देंगे। ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? या हम जो समर्पण में तैयार है, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. हम प्रार्थना करते हैं। സ്വർഗസ്ഥ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, स्वर्गीय पिता हमारे अच्छे ഈ परमेश्वर, നല്ല സമയത്തിനായി നന്ദി പറയും. ये अच्छे समय को धन्यवाद देते പിന്നെ हैं। ഈ ഒരു ദിവസം കൂടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കൃപ ചെയ്തതിനായി സ്തോത്രം. और एक दिन जो है परमेश्वर के चरणों में सहायता के चरण से धन्यवाद देता हूँ। ഇന്ന് പകൽക്കാലം എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. आज सुबह जुड़े हुए सभी लोग परमेश्वर के हाथों में समर्पण करते हैं। ആമേൻ. അവരുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ പകരുമ്പോൾ कि आवश्यक तक जो है परमेश्वर के सामने बोलने के ഇന്ന് लिए, പകൽക്കാലം ഒരു മറുപടിയുമായി എഴുന്നേൽപ്പാൻ आज सुबह जो है उनको
और आज जो है उनके लिए जो है छुड़ाई होने के लिए हम प्रार्थना ആമേൻ. ഒരു വിടുതലുമായി എഴുന്നേൽപ്പാൻ एक छुटकारे के लिए हम प्रार्थना करते हैं। എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. सभी लोग के लिए हम प्रार्थना करते हैं। ആമേൻ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. अनुग्रह की प्रार्थना करते हैं। അവരെ ബലപ്പെടുത്തിയാട്ടെ, उनको बल देना, ശക്തീകരിച്ചാട്ടെ, शक्ति देना, അവരുടെ ആവശ്യങ്ങളുടെ മേൽ പ്രവർത്തിച്ചാട്ടെ. उनकी जो आवश्यकता पर काम करना। കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. जो है प्रभु ऐसे के धन्यवाद देते हैं। അടിയങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. हम अपने आप को अपने समूह में करते हैं। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. प्रार्थना के धन्यवाद। യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. यीशु मसीह के अधिकार व नाम से। ആമേൻ. ആമേൻ.